ഹായ് ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ. ലൈവിലേക്ക് ആരെങ്കിലും ഒക്കെ വരികയാണെങ്കിൽ കുറച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്. കാണിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഇൻസിഡൻറ്റ്, അതായത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയാനായിട്ട് വന്നത്. ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു പ്രദേശമാണ് അമ്പലമുകൾ, അതുപോലെ തന്നെ അടൂർക്കര, ഏറ്റിക്കര പ്രദേശം. അപ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ എപ്പോഴും ഫേസ്ബുക്കിൽ അതിൻ്റെ കാര്യങ്ങൾ ഇടുകയും അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മളുടെ ഈ കഴിഞ്ഞ വർഷം അതിന് മുന്നേയൊക്കെ കൊച്ചിൻ റിഫൈനറിയുടെ വേസ്റ്റ് ഓയിലും അതുപോലെ തന്നെ അനുബന്ധമായ കെമിക്കൽ കാര്യങ്ങളൊക്കെ ഇട്ട് അവരുടെ അകത്ത് നടക്കുന്നത് ഈ ഏറ്റിക്കര ചിറ വഴി, തോട് വഴി ഒഴുക്കുകയാണ്. അപ്പോൾ ഈ തോട് വഴി ഒഴുക്കുന്ന ഈ മലിനീകരണത്തെ പറ്റി നമ്മൾ ഒരുപാട് വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസും അതുപോലെ തന്നെ പത്രങ്ങളിലൊക്കെ വന്നിട്ടുള്ളതാണ്. അന്നേരമൊന്നും ഈ പറയുന്ന കൊച്ചിൻ റിഫൈനറി അധികാരികൾ നമ്മളുടെ ഏറ്റിക്കര വന്ന് സന്ദർശിക്കുകയോ നമ്മളുടെ ജനങ്ങളെ, HR ഡിപ്പാർട്ട്മെൻ്റൊക്കെ നമ്മുടെ ജനങ്ങളെ വന്ന് കാണേണ്ടതാണ്. എന്താണ് ഇവിടെ പ്രശ്നം? ഇതൊന്നും ഇവർ വന്ന് കാണുകയോ അത് എന്താണെന്ന് കണ്ടുപിടിക്കുക, അതൊന്നും മാറ്റുകയോ ഒന്നും ചെയ്തിട്ടില്ല. പൊല്യൂഷൻ കൺട്രോളിന് നമ്മൾ പരാതി കൊടുക്കുന്നു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വരുന്നു, അവർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. പിന്നെ നമുക്കൊരു അറിവുമില്ല. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൊടുത്ത പരാതി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ 5 വർഷത്തോളമായി അതിൻ്റെ ഹിയറിങ്ങും കാര്യങ്ങളുമായിട്ട് നടക്കുന്നു. പിന്നെ ഈ പറയുന്ന ഞാൻ താമസിക്കുന്ന വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിൻ റിഫൈനറിയുടെ നമ്മുടെ ചാലിക്കരയുള്ള പ്ലാന്റിൻ്റെ ഏകദേശം അടുത്തായിട്ടാണ്, തൊട്ടടുത്ത് അരികിൽ തന്നെയാണ്. ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെ അകലെ പ്ലാന്റും ജനങ്ങളും തമ്മിലുള്ള, അതായത് മനുഷ്യവാസ കേന്ദ്രവും തമ്മിലുള്ള അകലം പോലും കൃത്യമായി പാലിക്കാതെയാണ് നമ്മുടെ ഈ പ്രദേശത്തെ ജനങ്ങൾ താമസിക്കുന്നത്. ഏറ്റവും കൂടുതൽ പറയാം, ഫ്ലയർ സ്റ്റാക്ക് ഏറ്റവും നല്ലതാണ്. ഫ്ലയർ സ്റ്റാക്ക് എന്ന് പറയുന്ന അതിലേക്ക് നമ്മളുടെ ഈ ഫ്ലയർ സ്റ്റാക്ക് കത്തിയില്ലെങ്കിൽ അതിലും വൻ ദുരന്തമാണ് ഉണ്ടാകുന്നത്. ഫ്ലയർ സ്റ്റാക്ക് കത്തണം, പക്ഷേ ഫ്ലയർ സ്റ്റാക്ക് കംപ്ലൈൻ്റ് ആണെങ്കിൽ എന്തായിരിക്കും? ഈ ഫ്ലയർ സ്റ്റാക്ക് എന്ന് പറയുന്ന ഫ്ലയർ സ്റ്റാക്ക് പ്രവർത്തിക്കുന്നത് വലിയ കംപ്രസർ വെച്ചാണ്. കംപ്രസർ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കംപ്രസർ അല്ല. ഏകദേശം 100-200 അടി 100-200 മീറ്റർ മേളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വലിയ കംപ്രസറുകൾ വെച്ചിട്ടാണ് ഈ സാധനം അടിച്ച് മേളിലേക്ക് വെക്കുന്നത്. ഈ കംപ്രസർ കംപ്ലൈൻ്റ് ആണെങ്കിൽ നമ്മളുടെ വീടിൻ്റെ ഇവിടുത്തെ ജനലുകളൊക്കെ ഇങ്ങനെ കിടന്ന് ഇളകും. അതുപോലെ ഹെലികോപ്റ്റർ വരുന്നത് പോലെയായിരിക്കും ശബ്ദം. അതായത് നമ്മളുടെ വീടിൻ്റെയൊക്കെ മേളിൽ ഹെലികോപ്റ്റർ വന്ന് നിൽക്കുന്നത് പോലത്തെ അതിനേക്കാളും ഇതായിട്ടുള്ള ശബ്ദമായിരിക്കും. നമ്മളുടെ ഇവിടെയുള്ള ഗർഭിണികൾ, ഗർഭസ്ഥ ശിശുക്കൾ, അതുപോലെ വയോധികർക്കൊക്കെ അന്നേരം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും പ്ലാന്റ് ഷട്ട് ഡൗൺ ആകുമ്പോഴത്തേക്കും ഇപ്പോഴും ആ കംപ്ലൈൻറ്റ് കൃത്യമായിട്ട് മാറ്റിയിട്ടില്ല അവർ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ സാധനം മാറ്റാത്തത് മൂലം ഈ പ്രദേശത്തെ ആളുകളുടെ ചെവി തുരക്കുന്ന സൗണ്ടാണ് ഈ ഫ്ലയർ സ്റ്റാക്ക് വർക്ക് ചെയ്യുമ്പോൾ. അതായത് ഷട്ട് ഡൗൺ ആവുന്ന നേരത്ത്, പ്ലാന്റ് ഷട്ട് ഡൗൺ ആവുന്ന നേരത്ത് ഏറ്റവും കൂടുതൽ ശബ്ദമലിനീകരണവും അതുപോലെ തന്നെ പുകയും പൊടിയും ഒക്കെ ആയിട്ട് ഈ ഏറ്റിക്കര നിവാസികൾ വളരെ വർഷങ്ങളായി ദുരിതത്തിലായിട്ട്, ഇത് പറയുമ്പോൾ വന്ന് തിരിഞ്ഞു നോക്കാൻ പോലും പറ്റാത്ത കൊച്ചിൻ റിഫൈനറിയുടെ HR ഡിപ്പാർട്ട്മെന്റുകളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് വന്ന് നോക്കാലോ, നമുക്ക് എന്താ ബുദ്ധിമുട്ട്, എന്താണ് പ്രശ്നം? പിന്നെ ഈ കൊച്ചിൻ റിഫൈനറിയുടെ പ്ലാന്റിന്റെ അരികിലൂടെ പോകുന്ന റോഡുകൾ, ഈ റോഡുകളുടെ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം അയ്യങ്കുഴി പ്രദേശത്ത് തീ പിടിച്ചപ്പോൾ 2 വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത രീതിയിൽ ഒരു ഫയർ എഞ്ചിൻ വന്നു കഴിഞ്ഞാൽ, ഫയർഫോഴ്സിന്റെ ഫയർ എഞ്ചിൻ വന്നു കഴിഞ്ഞാൽ 2 ഫയർ എഞ്ചിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല. അതുപോലത്തെ അവസ്ഥയിലാണ് കൊച്ചിൻ റിഫൈനറിന്റെ ചുറ്റുമുള്ള റോഡുകൾ. വീതിയില്ല.
കൊച്ചിൻ റിഫൈനറി അകത്തേക്കട പോണ റോഡിന് പോലും വീതിയില്ല. ആമാസിന്റെ അരികിൽ പോലും വീതിയില്ല. ഇവർക്ക് ഇവിടെ ഈ പറയുന്ന ഇവിടെ ഒരു ഈ നമ്മുടെ കത്ത് പിടിച്ചാൽ, അത് ഇപ്പൊ പയ്യൻകുഴി പ്രദേശത്ത് കത്ത് പിടിച്ച പോലെ ഒരു കത്ത് പിടിച്ചാൽ, ചെറിയ കത്താണെന്നുണ്ടായത്, വളരെ ചെറിയ കത്ത്, എന്നിട്ട് പോലും അതിലും വലിയൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ ഫയർ എഞ്ചിനുകൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ പറ്റും. പോട്ടെ, ഫയർ എഞ്ചിൻ മാത്രം യാത്ര ചെയ്താൽ മതിയോ? ഇവിടെയുള്ള ആളുകൾക്ക് രക്ഷപ്പെടാൻ വേണ്ടേ? രക്ഷപ്പെടാനുള്ള വഴി വേണ്ടേ? അന്ന് ഇവിടെയുള്ള ആളുകൾക്ക്, ഏറ്റിക്കരയുള്ള ആളുകൾക്ക് അമ്പലമൂളിലേക്ക് പോകാൻ പറ്റിയില്ല. അതായത് അമ്പലമൂൾ പ്രദേശത്തെ ആളുകൾക്ക് ഇങ്ങോട്ടും വരാൻ പറ്റില്ല. നേരെ ചിത്രപ്പുഴ അപ്പുറത്തേട്ട് പോകാനേ ഇവർക്ക് പറ്റുള്ളൂ. ആ റോഡും ക്ലോസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ കിടന്ന് ശ്വാസം മുട്ടി മരിക്കലാണ്ട്, ജനങ്ങൾക്ക് ശ്വാസം മുട്ടി മരിക്കലാണ്ട് വേറെ ഒരു നിവൃത്തിയില്ല. അതുപോലെ അടൂർക്കര എന്ന പ്രദേശം ശരിക്കും പറഞ്ഞാൽ ഹാങ് ചെയ്യാൻ പോലും പറ്റില്ല. അവർക്ക് റോഡിൽ ആകെ ഒരു റോഡുള്ളൂ. ബാക്കിയുള്ളത് മൊത്തം പാട സൈഡാണ്. ബാക്കി കൊച്ചിൻ റിഫൈനറി 90% കൊച്ചിൻ റിഫൈനറിന്റെ ചുറ്റുമാണ് കിടക്കുന്നത്. അവര് ബാക്കിയുള്ളൊരു പാടത്തിന്റെ സൈഡ്. അതിൽ പാടത്തിന്റെ അതിലേക്ക് ചാടി ഓടാൻ പറ്റൂ? നമ്മുടെ ഈ ചിത്രപ്പുഴയിലേക്ക് ചാടി ഓടാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ആകെയുള്ള വഴി എന്നുണ്ടെങ്കിൽ കൊച്ചിൻ റിഫൈനറി ചിത്രപ്പുഴയിലേക്ക് പോകാൻ പറ്റുള്ളൂ. ചിത്രപ്പുഴയുടെ തൃപ്പൂണിത്തുറ വഴിയേ പോകാൻ പറ്റുള്ളൂ. അതും പോലും പോകാൻ പറ്റില്ല. ഹാങ് ചെയ്യാൻ പോലും, ഹെലികോപ്റ്റർ കൊണ്ടൊന്നും ഹാങ് ചെയ്യാൻ പോലും പറ്റാത്ത ജനതയാണ് അവിടെ താമസിക്കുന്നത്. അതുപോലെ തന്നെ അമ്പലമോൾ പ്രദേശത്ത് ഹാങ് ചെയ്യാന്നുള്ളത് മാത്രമല്ല, ജനങ്ങൾ അവിടെ കിടന്ന് ചാകുക അല്ലാതെ ഒരു നിവൃത്തിയില്ല. ഓടാൻ പോലും വഴിയില്ല. രണ്ട് സൈഡിലും വഴികൾ ബ്ലോക്കായി പോകും. അതായത് വീതിയില്ലാത്ത വഴികൾ. അശാസ്ത്രീയമായ സ്ഥലമെടുപ്പ് മൂലം കൊച്ചിൻ റിഫൈനറി രണ്ട് സൈഡും മതിൽ കെട്ടി കൃത്യമായിട്ട് കാന പോലും, ഈ പറയുന്ന മഴവെള്ളം പോയിട്ട് ഒരു വെള്ളം പോലും ഒഴുകാൻ പറ്റാത്ത രീതിയിൽ, കാന പോലും ഇല്ലാത്ത രീതിയിലാണ് റിഫൈനറിയുടെ സൈഡിൽ കൂടെ ഉള്ള മതിലിന്റെ സൈഡിൽ കൂടെ. എവിടെയാണ് റിഫൈനറിന്റെ സൈഡിൽ കാന ഉള്ളത്? ഈ കൊച്ചിൻ റിഫൈനറിന്റെ അരികിൽ എന്ന് പറയുന്ന വെള്ളങ്ങളെല്ലാം ഒഴുകുന്നത് ഈ റോട്ടിലൂടെയാണ്. കുഴിക്കാട് ജംഗ്ഷൻ മുതൽ തീർച്ചയായിട്ടും IOC വരെയും കൊച്ചിൻ റിഫൈനറിന്റെ സൈഡാണ് രണ്ട് സൈഡും. ഈ രണ്ട് സൈഡും കൊച്ചിൻ റിഫൈനറി സൈഡാണ്. ആകെ താമസിക്കുന്നത് അമ്പലമൂളിലെ കുറച്ച് ഏരിയ മാത്രം, ഫ്രണ്ടേജ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ പറയുന്ന താഴോട്ട് പോയി കഴിഞ്ഞാൽ ആമാസ് ഡിസ്പെൻസറി അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടേജ് മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് കൊന്തൂരും വെള്ളം ഒഴുകി വരും. ബാക്കി വെള്ളം എല്ലാം ഒഴുകി വരുന്നത് ഈ കൊച്ചിൻ റിഫൈനറി. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിൻ റിഫൈനറിന്റെ അകത്തു നിന്നാണ് ഒഴുകി വരുന്നത്. ചിലർക്ക് സംശയം ഉണ്ടായിരുന്നു, ഇതിനകത്ത് ഓയിലിന്റെ മഴവെള്ളത്തിൽ നിന്ന് എവിടെ നിന്നാണ് ഓയിലിന്റെ മഴ ഉണ്ടാവുന്നത്? മഴവെള്ളത്തിൽ നിന്നല്ല ഓയിലിന്റെ മയം ഉണ്ടാവുന്നത്. ഓയിലിന്റെ മയം ഉണ്ടാവുന്നത് കൊച്ചിൻ റിഫൈനറിന്റെ അകത്തുനിന്ന് വരുന്ന വേസ്റ്റ് വെള്ളം എല്ലാം ഓയിൽ മയാ. അവിടെ ഉണ്ടാവുന്ന ഈ ഒഴുകി വരുന്ന സാധനങ്ങളൊക്കെ പിന്നെ എന്ത് വെള്ളമാണോ എന്നാണ് വിചാരിക്കുന്നത്? കൊച്ചിൻ റിഫൈനറിയുടെ എല്ലാ പ്ലാറ്റ്ഫോമുകളും, എല്ലാ റോഡുകളും, അതിന്റെ അകത്തുള്ള എല്ലാ റോഡുകളും നല്ല വൃത്തിയായിട്ടാണ് കിടക്കുന്നത്. അവിടെയൊക്കെ ഓയിലിന്റെ അംശങ്ങളുണ്ട്. അപ്പൊ ഈ പറയുന്ന കുഴിക്കാട് ജംഗ്ഷൻ മുതൽ നമ്മുടെ IOC പ്രദേശം വരെ കൊച്ചിൻ റിഫൈനറിന്റെ സൈഡാണ് രണ്ട് സൈഡും. അമ്പലമുൾ പ്രദേശത്തെ ആളുകളെ രക്ഷിക്കാൻ പറ്റില്ല. ഒരു ഇൻസിഡന്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആളുകളെ രക്ഷിക്കാൻ പറ്റില്ല. HOC കിടക്കുന്നു, വലിയ അപകടകാരിയായ HOC കിടക്കുന്നു. എങ്ങോട്ട് ഓടാൻ പറ്റും അമ്പലമുള്ളവർക്ക്? ഹാങ് ചെയ്യാൻ പറ്റില്ല. വലിയൊരു അപകടം സംഭവിച്ചാൽ ഹാങ് ചെയ്യണത് എങ്ങനെയാ? വീതിയുള്ള റോഡുകളില്ല. വണ്ടി സൗകര്യങ്ങൾ വരാൻ വേണ്ടി നമ്മളുടെ ആംബുലൻസോ അതുപോലുള്ള അനുബന്ധമായ വാഹനങ്ങൾ വരാൻ വേണ്ടി വഴികളില്ല. ആര് വേണമെങ്കിലും വന്ന് അന്വേഷിക്കട്ടെ. ഏത് ഭരണകൂടങ്ങളോ ഏത് ഡിപ്പാർട്ട്മെന്റോ വന്ന് അന്വേഷിക്കട്ടെ. ഇവിടുത്തെ വഴികൾ എങ്ങനെയാണെന്ന് നോക്കട്ടെ. രണ്ട് ഫയർ എഞ്ചിൻ പോകാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വഴിയില്ലാത്ത സ്ഥലത്ത് എങ്ങനെ രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റും? ഇതെല്ലാം പറയുമ്പോൾ അധികാരികൾക്ക് കണ്ണുമില്ല, ചെവിയില്ല. ഇവിടെ കിടക്കുന്നവർ ഇങ്ങനെ നരയിച്ച് ചാവും. വേണ്ട വിധം ശരിക്കും പറയണമെങ്കിൽ മറ്റേ ഗ്രീൻ ബെൽറ്റോ ബഫർ സോണോ വേണ്ട വിധം കൊച്ചിൻ റിഫൈനറിക്കില്ല. FACTയുടെ ഏറ്റവും നല്ലൊരു ഒരു ശരിക്കും പറയണമെങ്കിൽ അത്യാവശ്യം കാടും വനം പോലെ കിടന്ന FACT ഉള്ളതുകൊണ്ടായിരുന്നു അങ്ങ് ബ്രഹ്മപുരത്തുള്ള ആളുകൾക്കൊക്കെ അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ പറ്റിയത്. അതുപോലും അവർ വെട്ടി നശിപ്പിച്ച് അടുത്ത പ്ലാന്റ് വരികയാണ് അവിടെ. ഇങ്ങനെ വളഞ്ഞുകൂട്ടി തിരിച്ചുകൂട്ടി അവരുടെ ആളുകൾക്ക് ആവശ്യമുള്ള സ്ഥലം എടുത്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഏറ്റിക്കര എന്ന പ്രദേശത്തേക്ക് നിങ്ങൾ വന്നു നോക്കണം. ഏറ്റിക്കര എന്ന പ്രദേശം ഒരു സെപ്പറേറ്റ് ഒരു വളഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ ഉള്ളിക്കടെ ആക്കി കൊച്ചിൻ റിഫൈനറി ഒരു 80% കൊച്ചിൻ റിഫൈനറിന്റെ അകത്ത് ആയിട്ടാണ്. പിന്നെ ആ കൊച്ചിൻ റിഫൈനറിക്ക് വേണ്ടിയുള്ള കറണ്ടിന് വേണ്ടി, പവറിന് വേണ്ടി KSEBയുടെ സബ്സ്റ്റേഷൻ നിർമ്മിച്ചുകൂടെ? ഈ സബ്സ്റ്റേഷനിലുണ്ടായിരുന്ന പൊട്ടിത്തെറി മൂലം ഈ സബ്സ്റ്റേഷനിലൊരു 220 kV ആണ്, 11 kV പോലും അല്ല, 220 kV ആണ്. 220 kVയിലെ ഒരു ലൈൻ പൊട്ടി കഴിയുമ്പോഴത്തേക്കും, ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു ലൈൻ പൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഭൂമി കുലുക്കം പോലത്തെ കുലുക്കമായിരുന്നു.
അതുപോലെ ജനലുകളും അതിശക്തമായിട്ടുള്ള സൗണ്ടും. അത്രയും സൗണ്ട്, ഒരു ലൈൻ കമ്പി പൊട്ടിയപ്പോൾ അത്രയും സൗണ്ട് ഉണ്ടെങ്കിൽ ഇവിടുത്തെ ട്രാൻസ്ഫോമർ പൊട്ടിയ എന്തായിരിക്കും സ്ഥിതി? ഞങ്ങളുടെ വീടൊക്കെ ഉണ്ടാവില്ല. ഒരു സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതെയാണ് ഇതെല്ലാം പണിത് വെച്ചിരിക്കുന്നത്. കൊച്ചിൻ റിഫൈനറി പണിത് കൊടുക്കുന്നത്, അതുകൊണ്ട് ഒരു മാനദണ്ഡവും ഇല്ല. ഇതെനിക്ക് KSEB പണിത് തരുന്നെങ്കിൽ കൃത്യമായിട്ട് മാനദണ്ഡങ്ങൾ പാലിച്ച് പണിതേനെ. കൊച്ചിൻ റിഫൈനറി പണിത് ഹാൻഡ് ഓവർ ചെയ്യാണ് FICT കൊച്ചിൻ റിഫൈനറിക്ക് കൊടുത്തത്, കൊച്ചിൻ റിഫൈനറി KSEBക്ക് കൊടുത്തത്. അത്രമാത്രം ദുരിതത്തിലാണ് ഇവിടുത്തെ ജനങ്ങൾ. ഇപ്പം കഴിഞ്ഞ ദിവസം ഉണ്ടായ ഇൻസിഡന്റ് ഞാൻ പറയാം. അത് പറയാനാണ് ഏറ്റവും കൂടുതൽ വരാനുള്ള കാരണം. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ അമ്പലമുകൾ പോസ്റ്റ് ഓഫീസ്, അതായത് അമ്പലമുകൾ പള്ളിയുടെ താഴെയാണ് പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസിന്റെ അടുത്ത് ഇവരുടെ ഇതൊക്കെ ഉണ്ട്, നമ്മുടെ കൊച്ചിൻ റിഫൈനറിയുടെ ഒരു സ്ഥലമാണ്, അത് പാർക്കിംഗ് ഏരിയ. ഈ ഏരിയയിൽ നിന്ന് വരുന്ന വെള്ളമാണ്, മഴ പെയ്ത് കഴിഞ്ഞാൽ വരുന്ന വെള്ളമാണ് കൂടുതലും അവിടെ നിന്ന് ഒഴുകുന്നത്, റിഫൈനറിന്റെ വേറെ സൈഡിൽ നിന്ന് ഒഴുകുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡും റിഫൈനറി സൈഡ്, റൈറ്റ് സൈഡിൽ റിഫൈനറി, 4 സൈഡും റിഫൈനറിയാണ്. ഈ റിഫൈനറിയുടെ ഉള്ളിൽ നിന്ന് ഒഴുകുന്ന വെള്ളങ്ങൾ മാത്രമാണ് ഈ പറയുന്ന പ്രദേശത്ത് വന്ന് തങ്ങി നിന്ന് റോഡ് നശിച്ചു പോകുന്നത്. ഈ റോഡ് നശിച്ചു പോകാനുള്ള കാരണം കൊച്ചിൻ റിഫൈനറിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്, വേറെ ഒന്നുമില്ല. പമ്പിന്റെ അരികെ, ആ പമ്പിന്റെ ഭാഗത്തുനിന്ന്, IOC പമ്പ്, ആ ഭാഗത്തുനിന്ന് ഒഴുകി വരുന്ന വെള്ളം. ആ ഒഴുകി വരുന്ന വെള്ളമെല്ലാം കെട്ടിക്കിടക്കുന്ന എവിടെയാ? ഈ പമ്പിന്റെ അടുത്താ. ഇവിടുത്തെ ജനങ്ങൾ, ഈ കാണുന്ന, ഇതിനകത്ത് ലൈവിൽ കാണുന്ന ജനങ്ങൾ അതിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയൂ, ഇതിനകത്തൊന്ന് പറയൂ. അവിടെ നടന്ന് മുട്ടിന് മേലിൽ വെള്ളം ഉണ്ടാവും മഴ പെയ്തു കഴിഞ്ഞാൽ. പിന്നെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കാത്തൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. അതായത് അമ്പലത്തിങ്കാവ് അമ്പലത്തിലേക്ക് കയറുമ്പോൾ റൈറ്റിലേക്ക്, അതായത് അമ്പലമുകളിൽ നിന്ന് വരുമ്പോൾ റൈറ്റിലേക്ക്, അമ്പലത്തിങ്കാവ് അമ്പലത്തിലേക്ക് കയറുമ്പോൾ റൈറ്റിൽ തന്നെ എപ്പോഴും വെള്ളക്കെട്ടുണ്ടാവും. കാരണം വേറൊന്നും കൊണ്ടല്ല, കൊച്ചിൻ റിഫൈനറിന്റെ അകത്തുനിന്ന് വരുന്ന വെള്ളം, കൊച്ചിൻ റിഫൈനറിയുടെ റൈറ്റ് സൈഡിലെ കൊച്ചിൻ റിഫൈനറിന്റെ പാർക്കിങ്ങും കാര്യങ്ങളും, ആ പാർക്കിംഗ് എന്നൊക്കെ വരുന്ന വെള്ളം നേരെ കാനയിലേക്ക് ഒഴുക്കവര്. ഈ കാനയിലേക്ക് ഒഴുക്കി കാനയിൽ നിന്ന് നേരെ വന്ന് ഇത് നേരെ അപ്പുറത്തേട്ട്, അതായത് റോഡ് മുറിച്ച് ഒരു ഇതുണ്ട്, റോഡ് മുറിച്ചിട്ട് കാനുണ്ട്, അതിന്റെ ഉള്ളിക്കടെ കാനുണ്ട്. ആ കാനയ്ക്കടെ നേരെ കൊച്ചിൻ റിഫൈനറിന്റെ പറമ്പിലേക്ക് ആണെന്നാണ് ഇവർ പറയണത്. ആ കാന മൂടിക്കിടക്കുകയാണ്, അതുകൊണ്ടാണ് അവിടെ വെള്ളക്കെട്ട്. പോട്ടെ, ഇനി ഈ കാനയ്ക്കടെ പോണ വെള്ളം എങ്ങോട്ടാ പോണെന്നുണ്ടെങ്കിൽ ചിത്രപ്പുഴ ഏറ്റിക്കര തോട്ടിലേക്കാണ് ഒഴുക്കുന്നത്. ചിത്രപ്പുഴ ഏറ്റിക്കര തോട്ടിലേക്ക് ഒഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നേരെ ചിത്രപ്പുഴയിലേക്കാണ് ഒഴുകുന്നത്. എങ്ങനെ ഇരിക്കണ്? നമ്മൾ കാണാൻ നേരത്ത് കൊച്ചിൻ റിഫൈനറിന്റെ അകത്തേട്ടാണ് ഒഴുകുന്നത്, പക്ഷെ ഒഴുകുന്നത് ഏറ്റിക്കര ചിത്രപ്പുഴ തോട്ടിലേക്കാണ് ഒഴുകുന്നത്. എന്ത് വന്നാലും വെള്ളത്തിന് ഒഴുകിപ്പോകണല്ലോ. ഒഴുകിപ്പോകാൻ വേണ്ടി കൊച്ചിൻ റിഫൈനറി ജലസംഭരണി ഉണ്ടാക്കി വെച്ച് അവിടെ കെട്ടി നിർത്തണമെന്നില്ലല്ലോ. ഏറ്റിക്കര ഭാഗത്തൊരു ഡാമുണ്ട്. ഈ ഡാമിന്റെ ഓവർഫ്ലോ വരാൻ നേരത്ത് നേരെ ഏറ്റിക്കര തോട്ടിലേക്കാണ് ചാടുന്നത്. അതാണ് അവിടെ എണ്ണ ഓയിലിന്റെ വിധത്തിന്റെ ഒക്കെ അംശം വരുന്നത്. അതുകൊണ്ടാണ് പെരിയാർ വാലയുടെ തോട് കൊച്ചിൻ റിഫൈനറി മൂട്ടിക്കെട്ടി വെച്ചേക്കാണ് 2 സ്ഥലത്തായിട്ട്. അവിടുന്ന് ജലം ഊറ്റിയെടുക്കേണ്ടി ഇവർക്ക് ആവശ്യമായ ജലം ഊറ്റിയെടുക്കുന്നു, ജലം ഇതിലേക്ക് ഒഴിക്കുന്നു, അങ്ങോട്ട് ഒഴിക്കുന്നു. വേസ്റ്റ് വരുന്ന നേരത്ത് വേറെ ഒന്നുമല്ല, മീൻ ചത്തു പൊങ്ങി കഴിഞ്ഞിട്ട് താഴോട്ട് പോരരുത്. അതുകൊണ്ട് അവരവിടെ ഗ്രില്ല് വെച്ച് അടച്ചു വെച്ചേക്കാണ്. അതായത് മത്സ്യങ്ങൾ ചത്തു പൊങ്ങി കഴിഞ്ഞിട്ട് വെറുതെ പുറത്തേട്ട് ഒഴുകരുത്. നമ്മുടെ ബാക്ക് മേളിലെ വശത്ത് എന്തെങ്കിലും ഗ്രില്ലിന്റെ ആവശ്യമില്ല, താഴോട്ടാണല്ലോ ഒഴുകുള്ളൂ. ഈ താഴത്തെ ഗ്രില്ലിട്ടിട്ട് എന്നിട്ട് ഇവർ മീനൊക്കെ അങ്ങ് പിറക്കി കളയും. അതിന്റെ അകത്തുനിന്ന് മീൻ ചത്തു പൊങ്ങി കഴിയുമ്പോൾ അതിനൊരു കോൺട്രാക്ടർ ഉണ്ട്, ഒരു പെട്ടി കോൺട്രാക്ടർ ഉണ്ട്. ആ കോൺട്രാക്ടറാണ് ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം അവിടെ വെള്ളം റോഡിലൂടെ ഒഴുക്കിയപ്പോ പോട്ടെ, അവർ അപ്പുറത്തെ സൈഡിലേക്ക് ആ ഓസിട്ട് ഒഴുക്കുകയാണെങ്കിൽ ഒരു വിഷയമില്ല. ഇവർക്ക് ഒരു പകുതി ഭാഗം റോഡിലേക്ക് ഒഴുക്കിയിട്ട് റോട്ടിൽ നിന്നാണ് അവരുടെ ഭാഗത്തിട്ട് ഒഴുക്കുന്നത്. ശരിയാണോ അത്? ഞാൻ ചോദിച്ചത് ശരിയല്ലേ? അങ്ങനെയല്ലോ ചെയ്യേണ്ടത്. കൊച്ചിൻ റിഫൈനറി എന്ന് പറയണമെങ്കിൽ, ശരിക്കും പറയണമെങ്കിൽ അവരുടെ സേഫ്റ്റി അവർ വെച്ച് നോക്കുമ്പോൾ അവർ ചെയ്യുന്നത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല. അവർ ചെയ്തതെങ്കിൽ സേഫ്റ്റി വെച്ച് കറക്റ്റായിട്ട് ആ ഒരു പോലീസിനെ അറിയിക്കുകയും ആ പോലീസ് വന്ന് അതിനെ ട്രാഫിക് പോലീസിന് വന്ന് നിൽക്കുകയോ അത് തടഞ്ഞു നിർത്തുകയോ, അല്ലെങ്കിൽ അവരുടെ ഇതുണ്ടല്ലോ, ട്രാഫിക്കിന്റെ ഇതുണ്ട്, ഗാർഡുകളുണ്ട് അവിടെ കിടപ്പുണ്ട്, അവരെ വിളിച്ച് വരുത്തിയിട്ട് അവരെ കണ്ട് തടഞ്ഞു നിർത്തണമായിരുന്നു. വണ്ടികൾ തടഞ്ഞു നിർത്തി കൃത്യമായിട്ട് ഒഴുക്കാമായിരുന്നു. അവർക്ക് ഒരു സേഫ്റ്റി ഇല്ലാണ്ട് ജനങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ വെള്ളം ഒഴുക്കണേക്കേണ്ട സൈഡിൽ കൂടെ 2 വീലർ വരെയും പോകുന്നത് കാണാം. അങ്ങനെയാണോ ചെയ്യേണ്ടത് കൊച്ചിൻ റിഫൈനറി? കൊച്ചിൻ റിഫൈനറി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും ആ ഗുണമൊന്നും ഞങ്ങൾക്ക് കിട്ടണില്ല. ഞങ്ങൾ നാട്ടുകാർക്ക് ഈ 16-ാം വാർഡ് വടവൂട് പുത്തുമൃശ്ശി ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡിലെ ജനങ്ങൾക്ക് കിട്ടണില്ല. അതൊക്കെ വേറെ എവിടെയൊക്കെ അവർ കൊണ്ടുപോയി ചെയ്യുക. ഇവിടെ അങ്ങനെ ചെയ്യാമായിരുന്നെങ്കിൽ ഇവിടെയൊക്കെ സ്വർഗമാക്കാമായിരുന്നു. കൊച്ചിൻ റിഫൈനറിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന റോഡ്
ടൂ വീലർ പാർക്കിംഗ് കാര്യങ്ങളും കാരണം അതിൽ യാത്ര ചെയ്യാൻ പറ്റുള്ള അപകടങ്ങൾ സ്ഥിരം അപകടങ്ങളാണ്. നിസാര അപകടങ്ങളല്ല, സ്ഥിരം അപകടങ്ങൾ. HOC മുതൽ കൊച്ചിൻ റിഫൈനറിയുടെ മറ്റേ കുരിശുപള്ളി വരെയും എപ്പോഴും അപകടങ്ങളാണ്. ഈ മിനിങ്ങാന്ന് ഒരു അപകടം ഉണ്ടായി, ഒരു ഓട്ടോറിക്ഷ വന്നിടിച്ച് ആകെ ഇതായി. ഒരു തമിഴ്നാട്ടിലെ ഒരു ബിസ്ക്കറ്റ് കമ്പനിയുടെ, ഒരു ചെറിയ മിഠായി കമ്പനിയുടെ ഫ്രണ്ട് വരെയും, ഒരു മിഠായി കമ്പനിയുടെ ഫ്രണ്ട് വശം വരെയും വീതി ഉണ്ടാവും റോഡിന്. റോഡ് കഴിഞ്ഞിട്ടും അവരുടെ സേഫ്റ്റി ആയിട്ടുള്ള വീതി ഉണ്ടാവും. അവരുടെ മെയിൻ റോഡിലേക്ക് മറ്റേ അവരുടെ വാഹനങ്ങൾ, ഫില്ല് ചെയ്ത വാഹനങ്ങൾ പുറത്തേട്ട് ഇറങ്ങാൻ നേരത്ത് അതിൻ്റെതായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് പണിതേക്കുന്നത്. നിങ്ങൾ ചെന്ന് നോക്കിയോ തമിഴ്നാട്ടിൽ വരെയും. എന്തുകൊണ്ട് കേരളത്തിൽ നടക്കുന്നില്ല, ഇവിടെ നടക്കുന്നില്ല? ഇവിടുത്തെ അധികാരികൾക്ക് ഒരു ഗണ അറിയില്ലാത്തതുകൊണ്ടാണ്. ഈ കാര്യത്തെക്കുറിച്ച് ഇനി അഥവാ അറിയാനും മിണ്ടില്ല. CSR ഫണ്ട് ഇവർ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട്. CSR ഫണ്ട് കിട്ടുന്നതും മറ്റുള്ള ജനങ്ങൾക്കൊക്കെ, മറ്റുള്ള സ്ഥലത്തേക്ക് ആയിരിക്കും. ഉപകാരമുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയണില്ല, ഉപകാരം ഉണ്ടായിക്കോട്ടെ. പക്ഷെ ഉപദ്രവം ഉണ്ടാവും ചെയ്യരുത്. ഉപകാരം മാത്രം മതിയോ? ഉപദ്രവം ഉണ്ടാവരുത്. ഏറ്റവും കൂടുതൽ ഉപദ്രവമാണ്, 90% ഉപദ്രവം. അതിനകത്തൊരു 10% ഇതാണ് ഇവർ ശരിക്കും പറഞ്ഞെങ്കിൽ പുറത്തിട്ട് ചെയ്യുള്ളൂ. അത് നമുക്ക് ഞങ്ങളുടെ ഇവിടെയൊന്നുമില്ല. ഞങ്ങളുടെ ഒക്കെ സ്വർഗമാക്കരുത്. അമ്പലമോൾ പ്രദേശം CSR ഫണ്ട് മുടക്കി പണിതിരുന്നെങ്കിൽ ഈ പറയുന്ന വടവോട് പുത്തൻകുരിശി ഗ്രാമപഞ്ചായത്ത് 16 വാർഡ് സ്വർഗമാക്കാമായിരുന്നു. സ്വർഗം. കോടിക്കണക്കിന് രൂപയാണ് ഒരു വർഷം വാങ്ങിക്കുന്നത് പുത്തൻകുരിശി പഞ്ചായത്ത്. എന്നിട്ട് എന്തേ ഇവിടെ ഒന്നും ചെയ്യാത്തത്? എന്നിട്ട് എന്തേ ഇവിടെ സൗകര്യമില്ലാത്തത്? കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് അമ്പലമോൾ പ്രദേശത്ത് ഓപ്പൺ ജിമ്മ് വെച്ച് പൊട്ടിപ്പൊളഞ്ഞ് പണ്ടാറടങ്ങി തുരുമ്പ് പിടിച്ച സാധനം കൊണ്ടുവന്ന് വെച്ചിട്ട് പോയേക്കുക. ആരോട് ചോദിക്കാൻ, ആര് പറയാൻ? ഇതൊക്കെ ആരോട് പറയാനാണ്? നമുക്കുണ്ടായ ബുദ്ധിമുട്ട് നമ്മൾ വിളിച്ചു പറയും. അത് ഒറ്റയാളായിട്ടാണെങ്കിലും ആരായിട്ടാണെങ്കിലും നമ്മൾ വിളിച്ചു പറയും. സമൂഹം പറയട്ടെ എന്ന്, ഇവിടെ എന്താ പ്രശ്നം എന്നുള്ളത്, എന്തൊക്കെ ബുദ്ധിമുട്ടുള്ളത്. ഓയിൽ പൊങ്ങി, കഴിഞ്ഞ ദിവസം കൂടി ഓയിൽ, ഈ പാടത്ത് കിടക്കുന്ന ഓയിൽ മൊത്തം തോട്ടിലേക്ക് ഇങ്ങനെ ഊർന്നിറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ഒരു വീഡിയോ എടുത്ത് ഞാൻ പഴയ ഒരു വീഡിയോ കൂടി അറ്റാച്ച് ഇട്ട് കൊടുത്തു. അറ്റാച്ച് ചെയ്തില്ല, എഡിറ്റ് ചെയ്തില്ല, രണ്ടും കൂടി. ഇത് പണ്ട് ഇവിടെ ഒഴുകി വന്നതിന്റെ സത്യാവസ്ഥയും ഇപ്പൊ ഇങ്ങനെ ഊറി വരുന്നത്, അതായത് തോട്ടിൽ വെള്ളമില്ലാണ്ട് വന്നപ്പോഴത്തേക്കും പാടത്തുനിന്ന് ഓയിൽ ഊറി വരുന്നതിന്റെ അവസ്ഥയും കൂടി കാണിച്ചു കൊടുത്തപ്പോൾ ഇവരെന്താ പറഞ്ഞത്? ഒരു പഴയ വീഡിയോ ആണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു. കൊച്ചിൻ റിഫൈനറി ഉദ്യോഗസ്ഥൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇട്ട് കൊടുത്തേക്കുക ഇത് പഴയ വീഡിയോ ആണെന്ന്. അപ്പോൾ പുതിയ വീഡിയോ എടുത്തിട്ട് ചെയ്തങ്ങ് കൊടുത്തു ഞാൻ. എന്നിട്ട് എന്ത് ഇവർ വരാത്തത്? ഇവർക്ക് എന്തായിരുന്നു അത്രയും വലിയ ഇതുണ്ടാവാണ്ടിരുന്നത്? ഇതൊന്നും അല്ല ഇവിടെ നടക്കാൻ പോണത്. ഇതിലും അപ്പുറം നടക്കും. ഇതിലും അപ്പുറം ഓയിലല്ല, ഇതിലപ്പുറം നടന്നുകൊണ്ടിരിക്കും. ഈ നടന്നുകൊണ്ടിരിക്കാൻ നേരത്ത് ഈ പറയുന്ന ഞാനൊക്കെ വിളിച്ചു പറയുമ്പോഴായിരിക്കും ജനങ്ങൾ ഇറങ്ങുന്നത്. ഇവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പറയാൻ നേരത്ത് നിങ്ങൾക്ക് എന്താന്ന് ഇത്ര ബുദ്ധിമുട്ട്? സത്യാവസ്ഥയല്ലേ, സത്യമല്ലേ വിളിച്ചു പറയണത്? ഒരു നുണയും വിളിച്ചു പറയണില്ല. സത്യം മാത്രം വീഡിയോ എടുത്ത് സത്യം മാത്രമേ വിളിച്ചു പറയണുള്ളൂ. ഒരു നുണയും വിളിച്ചു പറയണില്ല. നുണ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്ക്. ഞാൻ പറഞ്ഞത് നുണയാണെന്നുള്ളത് തെളിയിക്ക്. കൊച്ചിൻ റിഫൈനറി ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ പഞ്ചായത്ത് കൂടി തെളിയിക്ക്. ഇത് ഞാൻ എന്താ നുണയാണോ പറഞ്ഞെന്നുള്ളത് തെളിയിക്ക്. എനിക്കൊരു കുഴി പൊട്ടാനുമില്ല. ഇവിടെ നന്നായിട്ട് ഈ പറയുന്ന എന്റെ ഈ പ്രദേശം, എന്റെ ഈ ഗ്രാമം നന്നായിട്ട് കിടക്കണം തന്നെയാണ് എന്റെ താല്പര്യം. നന്നായിട്ട് കിടന്നിരുന്നായിരുന്നു, നശിപ്പിച്ചതാണ്. നന്നായിട്ട് നല്ല രീതിയിൽ കിടന്നിരുന്ന ഗ്രാമമായിരുന്നു എന്റെ ഗ്രാമം. എന്റെ ഗ്രാമത്തെ നശിപ്പിച്ചത് ഇവരാണ്. കോരി കുടിക്കാമായിരുന്നു, തോട്ടിലെ വെള്ളമൊക്കെ കോരി കുടിക്കാമായിരുന്നു. കുളത്തിലേക്ക് ചേറ്റിക്കര ചെറിയ വെള്ളം കോരി കുടിക്കാമായിരുന്നു ദാഹം വരാൻ നേരത്ത്. എന്നിട്ട് എന്താ ഇങ്ങനെ ആയത്? ഇവര് പറഞ്ഞത് അങ്ങനെയല്ല, നല്ല ശുദ്ധജലമാണ് ഒഴുകിയിരുന്ന, കഴിഞ്ഞ ദിവസം വരെ ശുദ്ധജലമാണെന്ന് ഒഴുകിയിരുന്ന പറഞ്ഞ ഒരാള്. ഒരു കുഴപ്പമില്ല, മണമില്ല, ഒന്നുമില്ല, ശുദ്ധജലമാണ് ഒഴുകിയിരുന്ന എന്നോട് പറഞ്ഞ ഒരാള്. ആരാന്ന് ഞാൻ പറയാനില്ല. പക്ഷേ ഞാനൊക്കെ നീന്തൽ പഠിച്ച്, അതായത് ഞാനൊക്കെ ഒരു ഏകദേശം 6 ക്ലാസ് 6 വയസ്സ് 7 വയസ്സുള്ളപ്പോഴാണ് നീന്തൽ പഠിച്ചത്. 7 വയസ്സിൽ 7-8 വയസ്സിൽ നീന്തൽ പഠിച്ചണം. ആ പ്രായമല്ല, അതിന് മുമ്പ് തൊട്ടേ ആ തോട്ടിലും കുളത്തിലാണ് കുളിച്ചേക്കണത്. കുളിക്കാൻ ഇവിടെ ഒന്നും വെള്ളമില്ലായിരുന്നല്ലോ. ഇപ്പോഴും വെള്ളമില്ല. 2 പൈപ്പ്, വാട്ടർ അതോറിറ്റിയുടെ 2 പൈപ്പ്, പഴയ പൈപ്പ് ലൈൻ, അതിലെ വെള്ളം വരില്ല. അതായത് അശാസ്ത്രീയ കമ്പനിയുടെ തലമെടുപ്പ് മൂലം ഇതെല്ലാം കുത്തിപ്പൊളിച്ച് പണ്ടാറടങ്ങി ആ പൈപ്പ് ലൈൻ എല്ലാം പോയി എത്തിക്കലിലേക്കുള്ള. രണ്ടാമത് കൊച്ചിൻ റിഫൈനറിയും പഞ്ചായത്തും കൂടി 37 ലക്ഷം രൂപ മുടക്കി ഒരു പൈപ്പിലുണ്ട്. അതിനകത്ത് ഏറ് മാത്രമേ വരുള്ളൂ. അവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം, ജനങ്ങൾക്കും അറിയായിരുന്നു. പക്ഷെ അതിനകത്ത് ഒരു തുള്ളി വെള്ളമില്ല. പോട്ടെ, അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ജലജീവൻ പദ്ധതി വെച്ചിട്ട് ഒരു പൈപ്പ് ലൈൻ റൈറ്റ് സൈഡ് കിട്ടും. അന്ന് ഏതാ നല്ല റോഡ് വന്ന്, നല്ല റോഡ്, അത് കൊച്ചിൻ റിഫൈനറി ഏറ്റിക്കരയിലേക്ക് ഒരു റോഡ് ഇത്രയും വർഷം എത്തി. 43 വയസ്സായി എനിക്ക്. ഇത്രയും വർഷം എത്തിയിട്ട് ഒരു നല്ലൊരു റോഡ് വന്നത് ഈ കഴിഞ്ഞിടയ്ക്കാണ്. എന്നിട്ട് ആ റോഡ് കുത്തിപ്പൊളിച്ച് മറ്റേ ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞ് പൈപ്പ് ലൈൻ ഇട്ട്.
എന്താണ് ഇവിടെ നടക്കുന്നത്? ആ റോഡിന്റെ അരികൊക്കെ കുറേയൊക്കെ പൊട്ടി മുഴുവൻ. ഞങ്ങൾ സമ്മതിച്ചില്ല, മര്യാദയ്ക്ക് റോഡിന്റെ സൈഡിൽ തന്നെ ഇട്ട് പോകണമെന്ന് പറഞ്ഞ്. ആ റോഡൊക്കെ, ആ നല്ല റോഡ് കുത്തിപ്പൊളിക്കാൻ വേണ്ടി വന്നേക്കണേ. റോഡ് പണിത് കഴിഞ്ഞപ്പോൾ 2 സൈഡും കുത്തിപ്പൊളിച്ചു. 2 സൈഡും ഇങ്ങടെയും ഇതിട്ടേക്കാണ്, പൈപ്പ് ഇട്ടേക്കാണ്. ഒരു സൈഡ് റോഡ് പണ്ണേക്കലും മുമ്പാണ് ഭാഗം കൊണ്ട് കുത്തിപ്പൊളിച്ചില്ല, റോഡ് പണ്ണാക്കലും വിട്ടത്. അത് കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡ് ഈ റോഡ് പണിതേ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഭീമാകാരമായ വാഹനങ്ങൾ ഓടുന്നു ആ റോട്ടിൽ കൂടെ. എന്ത് പറയാനാണ്? അതിന്റെ മേലെ നമ്മുടെ ഈ പറയുന്ന ഏറ്റിക്കര തൊട്ട് മറ്റേ HOC വരെയും ഈ പറയുന്ന മേരിമാതയുടെ വേസ്റ്റ് അല്ല, ശരിക്കും പറഞ്ഞാൽ കെമിക്കലും ഇതൊക്കെ അടങ്ങിയ മിറ്റിലും സാധനങ്ങളും താഴോട്ട് ചാടിക്കൊണ്ട്, ഓവർലോഡ് കയറ്റിക്കൊണ്ട് പോകുമ്പോൾ താഴോട്ട് ചാടും. കയറ്റമൊക്കെ അല്ലേ, കയറ്റവും ചെരുവാണല്ലോ, നേരെ താഴോട്ട് ചാടും. ഇതെല്ലാം ഈ പൊടിയെല്ലാം, ഇതിന്റെയൊക്കെ പൊടി വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ പൊടിയെല്ലാം ശ്വസിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾ, ഈ പറയുന്ന കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ രാവിലെയും വൈകുന്നേരം ശ്വസിക്കുന്നത് ഈ സാധനം. കൊച്ചിൻ റിഫൈനറിന്റെ വേറെ വക, HOCയുടെ വേറെ വക, മേരിമാതിന്റെ വേറെ വക. ഈ ഏറ്റിക്കര പ്രദേശത്തെ ജനങ്ങൾ എന്ത് ചെയ്യും? എവിടെ പോകും? ഏത് വഴിയാണ് പോകേണ്ടത്? പിന്നെ നേരെ പുത്തൻകുരിശിട്ട് പോകണം. എന്നാലും ഈ പറഞ്ഞ പ്ലാന്റ് ഈ തൊട്ടടുത്ത അംഗൻവാടികൾ ഇരിക്കുന്നത് 2 പ്ലാന്റിന്റെ ഇടയിലാണ്. ഈ പറയുന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കണ്ടെത്തിയല്ലോ അയ്യൻകുഴി പ്രദേശത്ത് മലിനീകരണം ഉണ്ടെന്ന് കണ്ടെത്തിയല്ലോ. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന അംഗൻവാടി എങ്ങനെ പ്രവർത്തിക്കുന്നത്? ഇവിടുത്തെ ശിശുക്ഷേമ വകുപ്പ് എന്താണ്? ഇവിടെ തൊട്ടടുത്താണ് അംഗൻവാടി, തൊട്ടടുത്ത്. ഈ അയ്യൻകുഴി എന്ന് പറയുന്ന പ്രദേശം വലിയ ദൂരമൊന്നുമില്ല, 500-600 മീറ്റർ ഉള്ളൂ. ഈ 600 മീറ്ററിന്റെ തൊട്ട് അടുത്താണ് ഈ പറയുന്ന അംഗൻവാടി സ്ഥിതി ചെയ്യുന്നത്, ഏറ്റിക്കര അംഗൻവാടി സ്ഥിതി ചെയ്യണത്. അതിന്റെ തൊട്ട് മേളിൽ തന്നെയാണ് വേറെ പ്ലാന്റിന്റെ തൊട്ടരികെ തന്നെ. ഇതിന്റെയൊക്കെ മെഷർമെന്റ് സ്ഥലം, പ്ലാന്റിന്റെ പൈപ്പും പ്ലാന്റിന്റെ അകത്തെ പൈപ്പ് വെച്ച് അളന്നു നോക്കുകയാണെങ്കിൽ കറക്റ്റ് അല്ല. ഒരു മാനദണ്ഡവും പാലിച്ചിട്ടില്ല. ഇവര് തെളിയിക്കട്ടെ, മാനദണ്ഡം പാലിച്ചിട്ട് തെളിയിക്കട്ടെ. നമ്മളുടെ അടുത്ത് ഗൂഗിളിൽ വഴി നമ്മളെടുത്തിട്ട് ഈ സ്ഥലമൊക്കെ അളന്നു നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇത് എവിടെയൊക്കെയാണ്, എത്ര മീറ്റർ ഉണ്ട് എന്ന് വരെ ഗൂഗിൾ കാണിച്ചു തരും. പഴയ കാര്യം, പഴയ സംഭവം ഒന്നും വെച്ചുകൊണ്ട് ഇവർക്ക് ഇരിക്കാൻ പറ്റില്ല. നമ്മുടെ കണ്ണും കണ്ട് നോക്കുമ്പോൾ നമ്മളൊരിക്കും ദൂരെയാന്ന് വിചാരിക്കും. അതൊന്നും വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പൈപ്പ് ലൈൻ തൊട്ട് കഴിഞ്ഞ് ഈ അംഗൻവാടിയിലേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര മീറ്റർ ഉണ്ടെന്ന് കറക്റ്റായിട്ട് കാണിക്കും. ഇവരെ കള്ളത്തരമൊന്നും ഇപ്പൊ പറ്റില്ല. എന്നിട്ട് ഇവർ പറയണത് അതിന്റെ അകത്തുനിന്ന്, ശരിക്കും പറഞ്ഞാൽ അകത്തുനിന്നല്ല, ഈ പറയുന്ന പ്ലാന്റും കഴിഞ്ഞ് ഇത്ര ഏരിയയും കഴിഞ്ഞിട്ട് ഈ പറയുന്ന നമ്മുടെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഗ്രീൻ ബെൽറ്റ് ഇതൊന്നുമില്ല. എന്നിട്ട് ഈ പൈപ്പ് വെച്ച് തൊട്ട് പൈപ്പിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഫ്ലയർ സ്റ്റാക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം മാത്രമല്ല, തീ പോണ ഇത് മാത്രമല്ല, അല്ലാണ്ടുള്ള സ്റ്റാക്കുകളുണ്ട്, പുക പോണ സ്റ്റാക്കുകളുണ്ട്, സ്മോക്ക് പോണ സ്റ്റാക്കുകളുണ്ട്. ആ സ്റ്റാക്കുകളൊക്കെ തൊട്ടിട്ട് അതിൽ നിന്നാണ് അളക്കണത്. നമ്മൾ ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ നേരത്തെ അതിൽ നിന്ന് തൊട്ടിട്ട് ഇങ്ങോട്ട് അളക്കും, നമ്മുടെ വീട്ടിലേക്ക്. അതിൽ നിന്ന് തൊട്ടിട്ടാണ് വീട്ടിലേക്ക് അളക്കണത്. അവർ വന്നിട്ട് അളന്നേക്കണം. അങ്ങനെയല്ല അളക്കേണ്ടത്. അളക്കാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറയണമെങ്കിൽ അതിന്റെ ബൗണ്ടറി, ഒരു പ്ലാന്റിന്റെ ബൗണ്ടറി കഴിഞ്ഞിട്ട് ഇത്ര സ്ഥലം, ആ സ്ഥലം കഴിഞ്ഞിട്ട് ഇത്ര സ്ഥലത്തെ ജനവാസം പാടുള്ളൂ. ഇതൊന്നും പാലിച്ചിട്ടില്ല. ഇതൊന്നും പാലിക്കാതെയാണ് ഈ ഏറ്റിക്കര ഫ്ലയർ സ്റ്റാക്ക് വർക്ക് ചെയ്യണത്. വിളിച്ചാൽ വരില്ല. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചാൽ വരില്ല ഇവര്. എന്തെങ്കിലും ഒരു ദിവസമൊക്കെ വരേണ്ടവരും ഇവര്. എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം വരേണ്ടവരും. അതാണ് 100% ഉറപ്പാ. കാഞ്ചനയല്ലേ, അത് അങ്ങനെയാണ് അതിന്റെ രീതി. ഇത്രയും ബുദ്ധിമുട്ടുകളെല്ലാം ബുദ്ധിമുട്ടി ഇപ്പൊ പറയണല്ലേ, കുഞ്ഞു കുട്ടികൾ, ഇവിടത്തേക്ക് കുഞ്ഞു കുട്ടികൾ ശരിക്കും അനുഭവിക്കുന്ന യാതനയും വേദനയും ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റൂല. അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന എനിക്ക് അറിയില്ല. കാരണം അനുഭവിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളതൊക്കെ. ഈ അനുഭവിക്കുന്നവരല്ല, ഇവിടെ കിടക്കുന്ന ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും, ഏത് മതസ്ഥരാണെങ്കിലും, ഏത് ടീമാണെങ്കിലും ഈ ശ്വസിക്കുന്നത് മൊത്തം കൊച്ചിൻ റിഫൈനറിന്റെ HOCയുടെയും ഈ പറയുന്ന പൊല്യൂഷനാണ് ശ്വസിക്കുന്നത്. ഒരുപാട് പേര് ഇവിടുന്ന് വീട് മാറി താമസിച്ച് പോയല്ലോ. പ്രസ്ഥാനങ്ങളിലുള്ള ഒരുപാട് പേര് വീട് മാറി കോടിക്കണക്കിന് രൂപയുടെ വീടും പണിത് മാറി താമസിച്ചു. ഇവിടെ നിന്നൊക്കെ വീടും ഇത് ചെയ്തിട്ട് പോയി. പാവപ്പെട്ട ജനങ്ങൾ, പോകാൻ പറ്റാത്ത പാവപ്പെട്ട ജനങ്ങൾ മാത്രമാണ് ഇവിടെ കിടക്കണുള്ളൂ. എന്ത് പറയാനാണ് ഇവരോടൊക്കെ? എന്നിട്ടെന്തേ? കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാൻ വന്ന സംഭവം ഈ ആ വെള്ളം ഒഴിക്കേണ്ട കേസാണ്. ആ വെള്ളം ഒഴുകിയപ്പോ നമ്മളെ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മളുടെ നേരെ പറയാണ് ആ പെട്ടി കോൺട്രാക്ടറാണോ സൂപ്പർവൈസറാണോ എന്ന് എനിക്കറിയില്ല, അവൻ പറയാണ് ഞാൻ കഞ്ചാവാണെന്ന്. അവര് പറയാണ്, കൊച്ചിൻ റിഫൈനറി ഉദ്യോഗസ്ഥനും അയാളുടെ കൂടി നിന്നോണ്ട് പറയാണ് ഞാൻ കഞ്ചാവാണെന്ന്. എത്രമാത്രം വിഷമം ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കി നോക്കി. ഒരു പ്രതിഷേധിക്കുന്ന ആളെ കഞ്ചാവാണെന്നും അതുപോലെ MDMA ആണെന്നും ഇതൊക്കെ പറഞ്ഞ് മുദ്ര കുത്താൻ ഇവർക്ക് എളുപ്പം കഴിയും.
അങ്ങനെയാണോ വേണ്ടത്? അദ്ദേഹത്തിന് വേണമെങ്കിൽ മാന്യമായിട്ട് സംസാരിക്കാം. ഞാൻ അദ്ദേഹത്തിന്റെ വീഡിയോ അല്ല എടുത്തത്. ഞാൻ ആ വെള്ളം കറക്റ്റായിട്ട് റോട്ടിലേക്ക് ഒഴുക്കുന്നതിന്റെ വീഡിയോ ആണ് എടുത്തത്. ആ വീഡിയോ എടുത്തിട്ട് ആ വീഡിയോയിലൂടെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അവർക്ക് കൃത്യമായിട്ട് തടഞ്ഞു നിർത്തി, വണ്ടി തടഞ്ഞു നിർത്തി അത് കളഞ്ഞിട്ട് കുറച്ച് ഒഴുക്കി കളഞ്ഞിട്ട് വണ്ടി വിടുക. അല്ലെങ്കിൽ അതിന്റെ മേളിൽ കൂടെ കയറി ഒരു ടൂ വീലർ കാണാൻ വീണ് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അയാൾ ചത്തുപോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഈ പറയുന്ന കക്കൂസ് മാലിന്യം കാര്യങ്ങളാണ് കൊച്ചിൻ റിഫൈനറിന്റെ അകത്തുനിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതായത് അവിടുത്തെ വണ്ടികൾ പാർക്ക് ചെയ്യുന്ന ഈ ലോഡ് എടുക്കാൻ വരുന്ന വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിന്റെ അകത്ത് ബാത്റൂമുകളും കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്തൊക്കെ ഓവർഫ്ലോ ആയിട്ട് മഴയത്ത് കയറി വന്ന വെള്ളമാണ് ഈ പറഞ്ഞടിച്ച് ഇപ്പുറത്തേട്ട് വിട്ടത്. ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെട്ടില്ലെങ്കിൽ എന്താന്നേ? ഇത് കൊച്ചിൻ റിഫൈനറിയാണ്, നവരത്ന കമ്പനി, കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള കമ്പനി. ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഭയങ്കര സേഫ്റ്റി ഉള്ള കമ്പനി ഇങ്ങനെയാണോ ചെയ്യണത്? നമ്മൾ ചോദിക്കും, കണ്ടാൽ നമ്മൾ ചോദിക്കാണ്ടിരിക്കില്ല. അതിന് ആരുടെയും നമ്മളെ ഒരു പ്രസ്ഥാനത്തിന്റെയും കൂട്ടും വേണ്ട, ഒരാളുടെയും കൂട്ടും വേണ്ട. നമുക്ക് ഒറ്റയ്ക്ക് ചോദിക്കണം എന്താ കുഴപ്പം? ഇങ്ങനെ ഒറ്റയ്ക്ക് ചോദിക്കാൻ പറ്റാത്തതാണ് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നത്. ഒരു കുറെ പേര് 10,000 പേരെ കൂട്ടിക്കൊണ്ട് വന്ന് ചോദിക്കണം, 10,000 പേര് കൂടെ വേണം. ഒന്നും വേണ്ട, ഒരാൾ ചോദിച്ചാൽ മതി. ഒരാൾ ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ ചോദിച്ചാൽ എന്താ കുഴപ്പം? ഇതിപ്പോ ഞാനിപ്പോ അടുത്ത പരാതിയുമായിട്ട് നിങ്ങളോട് അറിയിക്കാൻ വേണ്ടി വന്നത്. അതിന് നമ്മൾ ഇവരോടൊക്കെ ഈ കേസിന് വേണ്ടി, ഇതിന്റെ പ്രശ്നത്തിന് വേണ്ടി പരാതികളായിട്ട് പോവാണ്. കാരണമെങ്കിൽ ഇപ്പൊ തന്നെ നമുക്കറിയാം, ഇപ്പൊ പൊല്യൂഷൻ ആയിട്ടുള്ള എവിടെയെങ്കിലും വേസ്റ്റ് വലിച്ചെറിയുന്നതോ കാര്യങ്ങളായിട്ടുള്ള വീഡിയോ ഫോട്ടോസ് എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തോ 2,000 രൂപ കിട്ടും. ആ സാധനം നമ്മൾ അതിനു വേണ്ടി ആദ്യം നമ്മൾ കൊടുക്കും. പിന്നെ പഞ്ചായത്തിൽ പരാതി കൊടുക്കും, കളക്ടർക്ക് ഒരു പരാതി കൊടുക്കും. ഇങ്ങനെ പരാതി കൊടുക്കാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം പഞ്ചായത്ത് എന്ത് നിലപാടെടുത്തു? ഇത് അവിടെ നിന്ന് ക്ലീൻ ചെയ്ത് നന്നാക്കി തരികയെന്ന് മാത്രമല്ല, ഇത് അടിച്ചതിന് ഇത് പിഴ ചുമത്തണം. 25,000 രൂപയാണ് പിഴ. ഇങ്ങനെ മലിനജലം ഒക്കെ റോട്ടിലൂടെ ഒഴിക്കഴിഞ്ഞാൽ 25,000 രൂപയാണ്. മലിനജലമാണെന്ന്, ശുദ്ധജലമാണെന്നാണ് അവർ പറയുന്നത്. ക്ലോറിൻ ചെയ്ത് ഒഴുക്കിയെന്നാണ് അവർ പറയുന്നത്. ശരിയാണോ? ക്ലോറിൻ ചെയ്ത് ഒഴുക്കിയതാണോ? ശുദ്ധജലമാണോ? നിങ്ങൾ കണ്ടല്ലേ, ചെളിവെള്ളം പോലത്തെ വെള്ളം ആയിട്ട് ഒഴുക്കണത് കണ്ടതല്ലേ? കൊച്ചിൻ റിഫൈനറിക്ക് എന്തും ചെയ്യാം. എന്നാൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു നോക്കിയേ. നമ്മളിവിടെ തൊട്ടടുത്തൊരു ക്ഷേത്രത്തിൽ ഒരു പടക്കം പൊട്ടിച്ച്, എന്റെ പോലെ നിമിഷങ്ങൾക്കൊക്കെ പോലീസ് അടക്കം മറ്റേ ഈ പറയുന്ന കൊച്ചിൻ റിഫൈനറിന്റെ അകത്തുനിന്നുള്ള പോലീസ് അടക്കം ഇവരെല്ലാവരും ഈയല് വായനോട് കൂടിയെത്തി. ഒരു ചൈന പടക്കം പൊട്ടിച്ചേനാ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. അവരുടെ സേഫ്റ്റി അവർക്ക് വേണം, നമ്മുടെ സേഫ്റ്റി പാടില്ല. നമുക്കൊന്നും സേഫ്റ്റി ഇല്ല. നമ്മളൊക്കെ ചത്തോടിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. നമ്മളൊക്കെ ഇതൊക്കെ പറഞ്ഞില്ലെങ്കിൽ മനുഷ്യനായിട്ട് ജീവിച്ചിട്ട് കാര്യമുണ്ടോ? ഞാനതുകൊണ്ടാണ് പറയണത്, മനുഷ്യനായിട്ട് ഇവിടെ ജീവിക്കണമെങ്കിൽ ഇതൊക്കെ പറയണം, ഇതൊക്കെ സംസാരിക്കണം, അത്രേ ഉള്ളൂ. അത് പറയുകയും ചെയ്യും, ഇനിയും പറയും, ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ കിടന്ന് നരയിച്ച് ചാവണത് വരെ, ഇപ്പൊ വയസ്സായി പ്രായമായിട്ട് ഇവിടെ കിടന്ന് ചാവേണ്ട സമയം വരെ നമ്മൾ പറയും. നമുക്ക് നാക്ക് പൊങ്ങണ സമയം വരെ നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ എന്ത് ഇൻസിഡന്റും കാര്യങ്ങളുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് ഈ പറയുന്ന ജനങ്ങളിലേക്ക് എത്തിക്കും. ഒരു മാറ്റമില്ല. അതിന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ, എന്നെയൊക്കെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പല ആളുകളും ഞാൻ ചീരയാണെന്നും വാഴയാണെന്നൊക്കെ ചീരയാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. വാഴ നനയുമ്പോൾ ചീര നനയുണ്ടെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരോട് കൂടി എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളൊക്കെ മനസ്സിലാക്കിക്കോ. നിങ്ങളും ശ്വസിക്കുന്നത്, ഞങ്ങളും ശ്വസിക്കുന്നത്, എല്ലാവരും ശ്വസിക്കുന്നത് ഈ സാധനം തന്നെയാണ്. എല്ലാവരും ഇവിടുന്ന് രക്ഷപ്പെടണം. എല്ലാവരും രക്ഷപ്പെടണമെങ്കിൽ ഈ കമ്പനിയുടെ ചുറ്റളവിൽ കിടക്കുന്ന അശാസ്ത്രീയമായ സ്ഥലമെടുപ്പ് മൂലം അനുഭവിക്കുന്ന ജനങ്ങൾ എല്ലാവരും രക്ഷപ്പെടുമെന്നുണ്ടെങ്കിൽ എങ്ങനെ രക്ഷപ്പെടണം? സ്ഥലം എടുത്ത് പൈസ കിട്ടി കോടികളിട്ട് രക്ഷപ്പെടണമെന്നല്ല. ഇവിടുന്ന് ശ്വസിക്കാനുള്ള വായു, കുടിക്കാനുള്ള നല്ല ശുദ്ധജലമുള്ള സ്ഥലത്തേട്ട് രക്ഷപ്പെടണമെന്നാ ഞാൻ പറഞ്ഞത്. അങ്ങനെ രക്ഷപ്പെടട്ടെ. കൊച്ചിൻ റിഫൈനറിയുടെ എന്തൊക്കെയാലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, കൊച്ചിൻ റിഫൈനറിന്റെ സൈഡിൽ നിന്നും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ പറയും. കൊച്ചിൻ റിഫൈനറി മാത്രമല്ലെന്ന് ഞാൻ പറയാറുള്ളത്. ഇവിടെ ഈ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ഈ ഭാഗത്ത് നടക്കുന്ന നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ പല കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. അതിൽ കൊച്ചിൻ റിഫൈനറിന്റെ കാര്യം മാത്രമൊന്നുമല്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. എല്ലാവരൊന്നും വലിയ ക്ലിയർ ഒന്നുമല്ല, എല്ലാവരും നല്ലവരും അല്ല, എല്ലാവർക്കും തെറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ അംഗീകരിക്കാനുള്ള ഇതുകൂടി വേണം. ഇപ്പൊ കൊച്ചിൻ റിഫൈനറി പറഞ്ഞാൽ ശുദ്ധജലമാണെന്ന് പറഞ്ഞാണ് അവരിയ്ക്കുന്നത്. ശുദ്ധജലം ഇപ്പുറത്തിട്ട് ഒഴുക്കിയെന്ന് പറഞ്ഞിരിക്കണം. നോക്കാം നമുക്ക് എങ്ങനെയാന്ന് വരാലോ. അപ്പോൾ ഓക്കെ, ഇത് പറയാൻ വേണ്ടി വന്നാണ്. കാച്ചുണ്ടെങ്കിൽ എന്ത് അനീതിയും തെറ്റും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യനായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.